നാലാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരസഭയിലെ നിർണായക കൗൺസിൽ യോഗം നാളെ. സുഗതൻ വിവാദത്തിൽ തുടങ്ങി നഗരസഭയുടെ ഭരണം അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ നീക്കത്തിലേക്ക് വരെ മുന്നണികൾ കടന്നതിന് പിന്നാലെയാണ് നാളെ കൗൺസിൽ യോഗം. UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിന് പുറത്തുനിന്ന് പിന്തുണ നൽകാൻ LDF-ൽ തത്വത്തിൽ ധാരണയായതായാണ് സൂചന. നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കാകും നാളത്തെ തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ യോഗം വേദിയാകുക. അവിശ്വാസ പ്രമേയത്തിന്റെ നോട്ടീസുമായി മുമ്പോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് UDF കൗൺസിലർമാർ. അതുമായി ബന്ധപ്പെട്ട അവസാനവട്ട കൂടിയാലോചനകളും UDF നേതൃത്വം DCC ഭാരവാഹികളുമായി ഉൾപ്പെടെ നടത്തിക്കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 34 അംഗങ്ങൾ ഒപ്പിട്ടാൽ മാത്രമേ ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ കഴിയുകയുള്ളൂ. അതിൽ LDF-ന്റെ സംസ്ഥാന സമിതിയായിരിക്കും, CPI സംസ്ഥാന സമിതിയായിരിക്കും LDF കൗൺസിലർമാർക്ക് അത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയമായി മുമ്പോട്ട് പോകാനുള്ള തീരുമാനത്തെ പിന്തുണയ്ക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു അനുവാദം നൽകുക. അത്തരത്തിലൊരു അനുവാദം നൽകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDF കൗൺസിലർമാരുമുള്ളത്. അങ്ങനെയെങ്കിൽ UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്ന അസാധാരണമായ ഒരു സാഹചര്യം നഗരസഭയിലുണ്ടാകും. അവിടെയാണ് സുഗതന്റെ അസാന്നിധ്യം BJPക്ക് മുമ്പിൽ വലിയൊരു വെല്ലുവിളി ഉണ്ടാക്കാൻ പോവുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ സ്വതന്ത്ര അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പാറ്റൂർ രാധാകൃഷ്ണൻ BJPക്കൊപ്പം നിൽക്കും എന്ന് ഔദ്യോഗികമായി BJP നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം പാറ്റൂർ രാധാകൃഷ്ണനെ ഒപ്പം ചേർക്കാനുള്ള നീക്കം UDF-ഉം LDF-ഉം ഒരേപോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം. ഈ പശ്ചാത്തലത്തിലാണ് സുഗതനെ എത്രയും പെട്ടെന്ന് പുനർസത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാനുള്ള നീക്കം BJP നേതൃത്വം സജീവമാക്കിയിരിക്കുന്നത്. അടുത്ത ദിവസം ഹൈക്കോടതിയെ BJP നേതൃത്വം സമീപിക്കും. അതോടൊപ്പം സുഗതന്റെ അഡ്വക്കേറ്റും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്തയാഴ്ച ആ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് BJP കേന്ദ്രങ്ങളിലുള്ളത്. മറിച്ചൊരു തീരുമാനം ഉണ്ടായാൽ അതിനെ രാഷ്ട്രീയമായി ആയുധമാക്കി മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ LDF-ഉം UDF-ഉം ഒരുമിച്ച് ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നാളെ ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലേക്ക് UDF ക്യാമ്പ് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.